ഞാൻ ഡെപ്യൂട്ടി കമ്മീഷണറിലേക്ക് പോകുന്നു. സി എ രാധാകൃഷ്ണൻ, ഇതാദ്യമായിട്ടല്ലല്ലോ തന്ത്രി കുടുംബം വിവാദത്തിൽപ്പെടുന്നത്. 2006 ആ കുപ്രസിദ്ധമായ ബ്ലാക്ക് മെയിലിംഗ് കേസ് നമുക്കറിയാം. അതിനുശേഷം ഈ തന്ത്രി പ്രധാനിയായിരുന്നു, ഒരുപക്ഷെ രാജീവ് ഖണ്ഡ്രയ്ക്ക് പകരം ആ സ്ഥാനത്തുണ്ടാകേണ്ടിയിരുന്നത് മോഹൻ ഖണ്ഡ്രയായിരുന്നു. സ്വന്തം അമ്മ തന്നെ കേസ് കൊടുത്തു. 41 ലക്ഷം രൂപയുടെ തട്ടിപ്പ് സ്വന്തം അമ്മയോട് കാണിച്ചു എന്നുള്ളതായിരുന്നു മോഹൻ ഖണ്ഡ്രയ്ക്കെതിരെയുള്ള രണ്ടാമത്തെ ആക്ഷേപം. ബ്ലാക്ക് മെയിൽ കേസ് നമുക്കറിയാം, അത് ലൈംഗികാരോപണ കേസ് കൂടിയായിരുന്നു. അതിൽ പിന്നീട് ശോഭാ ജോണിനെയൊക്കെ അറസ്റ്റ് ചെയ്തെങ്കിൽ പോലും അതിൻ്റെ കറ മാഞ്ഞിട്ടില്ല. തന്ത്രിസ്ഥാനത്തേക്ക് തിരിച്ചു വരാൻ ഗുപ്തൻ എന്ന് പറയുന്ന അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് പൈസ പോലും വാഗ്ദാനം ചെയ്തിരുന്ന വിവരങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു. 1 കോടി രൂപയടക്കം വാഗ്ദാനം ചെയ്തിരുന്നു എന്നുള്ളത്. അപ്പോൾ സംശയനിഴലിൽ നിർത്തേണ്ട ഒരു പാരമ്പര്യമുണ്ട്, പ്രത്യേകിച്ച് മോഹൻ ഖണ്ഡ്രയുടെ പശ്ചാത്തലത്തിൽ. പക്ഷേ രാജീവ് ഖണ്ഡ്രയെ കുറിച്ച് അതൊന്നും പറഞ്ഞിതുവരെ കേട്ടിരുന്നില്ല. ഇപ്പോഴിതാ ആ രാജീവ് ഖണ്ഡ്ര കൂടിയാണ് ജയിലഴിക്കുള്ളിലാകുന്നത്. അന്വേഷണം ഏത് ഘട്ടത്തിൽ എത്തി നിൽക്കുന്നുവെന്നാണ് അങ്ങ് കരുതുന്നത്, ശ്രീ ആർ രാധാകൃഷ്ണൻ? നമ്മുടെ ഇന്ന് നടന്ന ഈ അറസ്റ്റ് ഈ ലോകത്താകമാനമുള്ള അയ്യപ്പ ഭക്തരെ സംബന്ധിച്ചിടത്തോളം വളരെ വേദനാജനകമായ ഒരു സംഭവം തന്നെയാണ്. പക്ഷേ എല്ലാവരുടെയും മനസ്സിൽ അയ്യപ്പന്റെ സമ്പത്ത് ആരപഹരിച്ചാലും അവര് ശിക്ഷിക്കപ്പെടണം എന്ന ശുദ്ധമായൊരു ബോധം ഉള്ളതുകൊണ്ട് നമ്മൾ ഈ മനോവേദനയെ അതിജീവിക്കുകയാണ്. അതുകൊണ്ട് മൊത്തത്തിൽ തന്ത്രി എന്ന് പറഞ്ഞ സംജ്ഞ അത് തന്നെ നമ്മുടെ ഭാരതത്തിലെ നിലവിലുള്ള ദേവാരാധനാ സമ്പ്രദായം ഏതാണ്ട് ലോകം കണ്ട വേദാന്തിയായ ശങ്കരാചാര്യരുടെ കാലത്താണ് നമുക്ക് പ്രത്യക്ഷമാകാത്ത ദേവീദേവന്മാരെ വിഗ്രഹങ്ങളിൽ ആവാഹിച്ച് നമുക്ക് ആരാധിക്കാം എന്ന ആ സംവിധാനം അന്ന് നിലവിൽ വന്നു. അപ്പൊ അന്ന് ഈ തന്ത്രശാസ്ത്രം അത് തുടർന്ന് ഇങ്ങോട്ട് ഇതിനെല്ലാം താന്ത്രിക ശാസ്ത്രക്രിയകളും നിയമങ്ങളും ഉണ്ടായിരുന്നു. ഈ വിഗ്രഹങ്ങൾക്ക് പ്രാണൻ നൽകുന്നത്, പ്രാണപ്രതിഷ്ഠ നൽകുന്നത് തന്ത്രിയാണ്. ധാരാളം ചടങ്ങുകൾ വഴിയാണ് അത് ചെയ്യുന്നത്. അപ്പൊ ജീവൻ, ആ വിഗ്രഹങ്ങൾക്ക് ജീവൻ നൽകുന്നത് തന്ത്രിയാണ്. അതുകൊണ്ടാണ് നമ്മൾ തന്ത്രി പിതാവാണ് എന്ന്, പിതൃസ്ഥാനീയനാണ് എന്ന് പറയുന്നത്. എന്തെങ്കിലും അതുപോലെ തന്നെ ഈ വിഗ്രഹങ്ങൾ മാറ്റേണ്ടി വരുമ്പോൾ ഈ തന്ത്രി തന്നെയാണ് ആ ജീവൻ നൽകിയ ആ പ്രാണനെ ഉദ്വസിച്ച് തിരിച്ചെടുത്ത് നവരത്നമോതിരങ്ങളിലും മറ്റും സ്ഥാപിച്ച് പുതിയ വിഗ്രഹങ്ങൾ സ്ഥാപിക്കും. അപ്പൊ അത് തന്ത്രശാസ്ത്രം വേറെ. അപ്പൊ നമ്മുടെ ശബരിമലയെ സംബന്ധിച്ചിടത്തോളം, നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം തന്ത്രി ഇത്തരത്തിലുള്ള ഈ ക്ഷേത്ര സ്വത്തുക്കൾ അപഹരിച്ച സംഭവവുമായി നേരത്തെ എനിക്ക് മുമ്പേ ഇദ്ദേഹം പറഞ്ഞ കാര്യം ഞാൻ നിഷേധിക്കുന്നില്ല. ഒരുപാട് 2009-10 ഉണ്ടായ വലിയ തർക്കമാണ്. തന്ത്രി എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ മോറൽ ടെർപിറ്റ്യൂഡ്, അത് നമ്മുടെ ഇത് കാരാഴ്മ അവകാശമാണ്, ഹെറിഡിറ്ററി റൈറ്റ് ആണ്. എന്നാൽ പോലും അവർ മറ്റുള്ള ദേവസ്വം ഉദ്യോഗസ്ഥന്മാരെ പോലെ അച്ചടക്ക നിയമം പാലിക്കേണ്ടവരും സ്വഭാവ നിയമം പാലിക്കേണ്ടവരുമാണ് നിയമപരമായി തന്നെ. അപ്പൊ തന്ത്രി ഏതെങ്കിലും അച്ചടക്ക ലംഘനം നടത്തിയാൽ, സ്വഭാവ ലംഘനം നടത്തിയാൽ തന്ത്രിക്കെതിരെ നടപടിയെടുക്കാം. അത്തരം നടപടിയാണ് ഈ മോഹനെതിരെ അതുണ്ടായതും അദ്ദേഹത്തിന് പകരം അദ്ദേഹത്തിന്റെ മകനെ അവരോധിച്ചതും. യഥാർത്ഥ ഒരു കാര്യം ഞാനൊന്ന് ഇടപെട്ടോട്ടെ. Debate with Dr. Arun Kumar.